തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. 2 ദിവസമായി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവധിയായിരുന്നു. സംസാരിക്കട്ടെ പ്ലീസ്. വലിയ പെരുന്നാൾ പ്രമാണിച്ച് നമ്മളെല്ലാം ആ ആഘോഷത്തിലായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ആഘോഷം നടത്തിയതിനു ശേഷം നാളെ മുതൽ വീണ്ടും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കാനായിരുന്നു നമ്മുടെ തീരുമാനം. എന്നാൽ അവിചാരിതമായി നമ്മുടെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട വഴിക്കടവ് പഞ്ചായത്തിൽ ഇത്തരത്തിൽ അനധികൃതമായി KSEBിയുടെ ലൈനിൽ നിന്നും കറണ്ട് സ്വകാര്യ വ്യക്തികൾ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഫെൻസിംഗിലേക്ക് കൊടുക്കുകയും ആ പ്രദേശത്തെ സാധാരണക്കാരായ നിർധനരായ ഒരു കുടുംബത്തിലെ ബന്ധുക്കളായ 3 കുട്ടികൾ അവർക്ക് ഷോക്കേൽക്കുകയും അതിലൊരു കുട്ടി ജിത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 15 വയസ്സുള്ള വിദ്യാർത്ഥി 10ാം ക്ലാസ്സുകാരൻ മരണപ്പെടുകയും ഉണ്ടായി. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ, യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ നിങ്ങൾ UDYFന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചു. സ്വാഭാവികമായും ആ മരണപ്പെട്ട കുട്ടിയെ കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിയത്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയത്, തെരുവിലേക്ക് ഇറങ്ങിയത്. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇത്തരത്തിലൊരു കുട്ടി മരണപ്പെട്ടിട്ട് അവന്റെ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല. അത്രയ്ക്ക് ഗതികേടിലാണ് ആ കുടുംബം ഇന്ന് പോകും. സ്വാഭാവികമായും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രതിഷേധം നടത്തിയത്, റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധിച്ചപ്പോൾ സ്വാഭാവികമായും പോലീസ് 2 വശത്തേക്കും ട്രാഫിക് തിരിച്ചുവിട്ടു. മറ്റാർക്കും ഒരു തടസ്സവുമില്ലാതെ നമ്മൾ റോഡിൽ കുത്തിയിരുന്നതാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് വന്ന് നമ്മുടെ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ചില നടപടിക്രമങ്ങളുണ്ട്. അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും അവർക്കുണ്ട്. പക്ഷേ അങ്ങനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണാൽ അവന് പ്രാഥമിക പരിശോധന നടത്തുവാനോ അവനെ ചികിത്സ കൊടുക്കുവാനോ പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കയറ്റിയ ആ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആ ബസ്സിൽ തന്നെ കിടക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ ആവശ്യപ്പെട്ടു പോലീസിനോട് ആശുപത്രിയിൽ എത്തിക്കണമെന്ന്. പോലീസിനോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഓട്ടോ വിളിക്കാനാണ് പോകുന്നത്. 4 ചുറ്റും പോലീസിന്റെ വണ്ടികൾ കിടക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു ചെറുപ്പക്കാരനെ പോലീസ് അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പോൾ അതിനവർ തയ്യാറായില്ല. നമ്മൾ നേരിട്ട് ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് പോലീസ് വാഹനവുമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ പ്രവർത്തകരെ, നമ്മുടെ സഹപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സമാധാനപരമായി ഈ റോഡിൽ കുത്തിയിരിക്കും. നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ചെറുപ്പക്കാരെ, നമ്മുടെ സഹപ്രവർത്തകരെ തിരിച്ചയക്കുന്നത് വരെ നമ്മൾ ഈ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞിരിക്കുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടുകിട്ടും വരെ സമരം എന്നുള്ളതാണ് പ്രഖ്യാപനം. അതിനാൽ തന്നെ ഇന്ന് രാത്രി നിലമ്പൂർ പോലീസ് സ്റ്റേഷനും പരിസരവും സമരകേന്ദ്രമായി മാറും എന്നൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.